ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചിക്കൻ കപ്പ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ സമയത്തോട്ടേക്ക് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് തന്നെ ചെയ്യട്ടെ, അപ്പോൾ ആണ് ടേസ്റ്റ്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ആവശ്യത്തിന്, അതൊക്കെ ചേർത്ത് നല്ലൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ പിറകെ തന്നെ ഞാനിവിടെ സവാള 3 വലിയ സവാള കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 10-15 ചെറിയ ഉള്ളിയും പിന്നെ സവാളയും കൂടി ചേർത്താൽ മതി. ഞാനിവിടെ 3 വലിയ സവാളയും അതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് അടച്ചു വെച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട്. ആ സമയത്തോട്ടേക്ക് ഇതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി കാശ്മീരി മുളകാണ്, അത് 2 ടേബിൾ സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് പൊടികളൊക്കെ വഴറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ പിറകെ തന്നെ ചിക്കന് ഞാനിവിടെ 2 kg ചിക്കനാട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കട്ടെ. അത് ഞാൻ ഇച്ചിരി സമയം അടച്ച് വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന സമയം വരെ വെച്ചിട്ടുണ്ടായി. അതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അരക്കപ്പോളം ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് കപ്പ ചെറുതായി കട്ടാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇച്ചിരി കടുക് മതി കേട്ടോ, കൂടുതലൊന്നും ആവശ്യമില്ല. അതിലേക്ക് കടുക് പൊട്ടി ഉടനെ തന്നെ നമുക്ക് തേങ്ങ ചിരവിയത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് കാണിക്കുന്നത്. പിന്നെ കറിവേപ്പില ഇച്ചിരി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റി, ആ ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ സമയം വരെ നമുക്ക് വഴറ്റാം. അപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ആ പാനിൽ നിന്ന് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ കപ്പയൊക്കെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചിക്കനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിലോട്ടേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കപ്പ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഒരാളുടെ എത്രത്തോളം കപ്പ് എടുക്കുന്നത്, ഞാനിവിടെ 3 kg കപ്പൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ചെയ്യുകയാണെങ്കിൽ വെള്ളം അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ തേങ്ങ വറുത്തതുണ്ടല്ലോ അതും കൂടി ചേർക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ കപ്പ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം, അപ്പോൾ ആയിരിക്കും ടേസ്റ്റ്. ഉടക്കാതെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കടിക്കലൊരു അത്ര ഇഷ്ടമായി തോന്നില്ല. പിന്നെ ആ കറിവേപ്പില മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായേനെ. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.